നമ്മുടെ 11ാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറയുകയാണ്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന എല്ലാ ഡിസൈനേഴ്സും അവരവരുടെ പേര്, കാരണം ഓരോരുത്തരും ഓരോ പല ഐഡിയയിൽ നിന്നായിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ ഓരോരോ പേരുകളായിരിക്കും വരുന്നത്. സ്വന്തം പേര് കാണുന്നവർ അവരവരുടെ പേരൊന്ന് ഈ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്താൽ, അപ്പോൾ എനിക്ക് ഓരോരുത്തരെയും അറിയാമല്ലോ. അപ്പോൾ കുറേ പേര് എനിക്ക് സ്ഥിരം മെസ്സേജ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് അവരവരുടെ എല്ലാവരുടെയും പേരൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ എവിടെയെങ്കിലും വെച്ചൊക്കെ പുറത്തൊക്കെ വെച്ച് കണ്ടാലും ഇന്നയാളെന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാ മെസ്സേജുകളും ഞാൻ നോക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരുടെയും പേര് ഞാൻ ഓർത്തിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് പേര് സ്ഥിരം കാണുന്നവർ പേര് എഴുതുക. ഞാൻ നിങ്ങളെ ഡിസൈനേഴ്സിൽ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാണുമെന്ന് പറഞ്ഞാൽ, ഒരു ഡിസൈനർ ആകാനുള്ള ആദ്യത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഇതുപോലെയുള്ള വീഡിയോസ് കാണാനുള്ളൊരു മനസ്സുണ്ടല്ലോ, അത് തന്നെ ഒരു ഡിസൈനറിൻ്റെ ലക്ഷണമാണ് കേട്ടോ. അപ്പം ഇത്രയൊരു വീഡിയോ കാണുന്ന ഒരാൾ മിക്കവാറും ഒരു ഡിസൈനർ ആകാനുള്ള താല്പര്യമുള്ളവരാണ്. അപ്പോൾ അത് തന്നെ ഒരു പ്ലസ് പോയിൻ്റാണ്. പിന്നെ ഇത്രയും ഇപ്പം 10 വീഡിയോകളും കണ്ടു കഴിഞ്ഞെങ്കിൽ ഒരുമാതിരിപ്പെട്ട സ്റ്റിച്ചുകളെല്ലാം നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒരു ഡിസൈനർ എന്ന് വിളിക്കാനുള്ള യോഗ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ പേരൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ചേമന്തി സ്റ്റിച്ച്. കേൾക്കാനൊക്കെ നല്ലൊരു പേരാണ്, ചേമന്തി. അപ്പോൾ ഈ ചേമന്തി സ്റ്റിച്ച് ചെയ്യുന്നതിൽ നമ്മൾ ലൈൻ വരച്ചിട്ടല്ല, എല്ലാം ചെയ്ത പോലെ ലൈൻ വരച്ചിട്ടല്ല. ഇതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ 2 സർക്കിളുകൾ വരയ്ക്കുകയാണ്, 2 വട്ടം വരയ്ക്കുകയാണ്. ഒരു വലിയ വട്ടവും അതിനകത്തൊരു ചെറിയ വട്ടവുമാണ് വരയ്ക്കേണ്ടത്. അതിന് സെൻറ്ററിലൊരു പോയിൻറ്റും വരയ്ക്കണം. ഇത് ഞാൻ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്, കുപ്പിയുടെ അടപ്പ്. ഒരു 10 രൂപയേക്കാളും 10 രൂപയുടെ അല്ലെങ്കിൽ വലിയ 2 രൂപയുടെ ഇതിനേക്കാൾ സ്വല്പം കൂടെ വട്ടം കൂടുതലുള്ളതാണ്. നമ്മൾ ഔട്ടർ വരയ്ക്കുന്നത് ഇതിനകത്താണ്. ഒരു 2 വട്ടമാണ് നമുക്ക് വേണ്ടത്. അപ്പം വട്ടം വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പുറത്തെ വട്ടത്തിൻ്റെ ഒരു പകുതി അടുത്തൊക്കെ നിൽക്കുന്ന വട്ടം വേണം അകത്ത് വരയ്ക്കാൻ. അങ്ങനെ ആ ഒരു സൈസ് കിട്ടുന്ന ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിളിന് അകത്ത് നിൽക്കുന്ന ഒരു ചെറിയ സർക്കിൾ വരച്ചു. സർക്കിളിന് സെൻറ്ററിലൊരു പോയിൻറ്റും കൂടി ഇടുക. ഈ 2 സർക്കിളിൻ്റെയും സെൻറ്റർ കണ്ട ഒരു പോയിൻ്റ് ഇടുക. ആ പോയിൻ്റ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഒരു സ്വല്പം ഇത്രയെങ്കിലും അകലം കാണണം. ഇച്ചിരിയും കൂടെ ഈ അകത്തെ സർക്കിൾ ഇച്ചിരിയും കൂടെ കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. ഇത് തമ്മിലൊരു തീരെ അങ്ങ് അടുത്ത് പോകരുത്. അടുത്ത് പോയാൽ അതിൻ്റെ ഒരു ഭംഗി വരികയില്ല. ഇത് തമ്മിൽ ഇത്രയെങ്കിലും മിനിമം അകലം കാണണം. അത്രയും അകലം കണ്ട രീതിയിൽ വരയ്ക്കാവുന്ന രീതിയിലൊരു എന്തെങ്കിലും അടപ്പുകൾ കൊണ്ടോ എന്തെങ്കിലും വേണം നമ്മൾ 2 സർക്കിൾ ഇടാൻ. അത്രയും മാത്രമേ ഇതിനകത്ത് ഇത്രയും ചെയ്തതിൽ ആലോചിക്കാനുള്ളൂ. ശേഷം സെൻറ്ററിലൊരു പോയിൻ്റ് ഇടുക. ഇനിയിപ്പം തുടങ്ങുന്നതെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നത്, ഇത് ഞാൻ 3 ഇഴ നൂലാണ് എടുത്തിരിക്കുന്നത്. 3 ഇഴ നൂല്, റെഡ് കളർ 3 ഇഴ നൂല് എടുത്തിരിക്കുന്നു. അറ്റം കെട്ടിയ നൂല് എടുത്തിരിക്കുന്നു. നമ്മുടെ സ്റ്റാർട്ടിങ് തുടങ്ങാൻ പോകുന്നത്, ഞാൻ ഈ സർക്കിളിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇത് അകത്തെ സർക്കിളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഏത് പോയിന്റിൽ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. ഞാനൊരു ഇവിടം കണ്ട് തുടങ്ങും. നമുക്കൊരു വാക്ക് ആദ്യമായി ചെയ്യാനുള്ളൊരു വാക്ക് വെച്ച് ഞാൻ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്ന് തുടങ്ങി, ഇത് കണ്ടില്ലേ, ഇത്രയും ഒരു പ്രയാസമൊന്നും ഇല്ലല്ലോ മനസ്സിലാകാൻ. ഇവിടെ നിന്ന് തുടങ്ങി ഇനിയിപ്പോൾ മുകളിലത്തെ ഈ ഔട്ടർ സർക്കിളിലെ ഒരു പോയിന്റിലേക്കാണ്, ഇതിൻ്റെ നേരെ മേളിലുള്ള ഒരു പോയിന്റിലേക്ക് കുത്തി ഒരു സ്വല്പം, ഒത്തിരി നീളത്തിൽ എടുക്കരുത്, ഒരു സ്വല്പം ക്ലോത്ത്, ഇതുണ്ടല്ലേ, ഒരു സ്വല്പം ക്ലോത്ത് വിട്ടിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ഇതല്ലേ സൂചിയിലിരിക്കുന്ന അത്രയും ഒരു അകലവേ നമ്മൾ എടുക്കുന്നുള്ളൂ. അങ്ങനെ എടുത്ത് നമ്മൾ ഹെറിംഗ് ബോണൊക്കെ കുത്തുമായിരുന്നല്ലോ, ഹെറിംഗ് ബോണിൻ്റെയൊക്കെ പോലെയാണ് ഇത്രയും ഭാഗം വരുന്നത്. ഇതല്ലേ, ഇത്രയും ഹെറിംഗ് ബോൺ പോലെ വരുന്നു. പക്ഷേ ഇനിയിപ്പം ഈ ലൈനിലല്ല കുത്താൻ പോകുന്നത്. നമ്മളിവിടെ ഒരു സെൻറ്റർ പോയിൻ്റ് കണ്ടായിരുന്നല്ലോ, ആ സെൻറ്റർ പോയിൻറ്റിലേക്ക് കുത്തിയിട്ട്, അപ്പോൾ നമ്മൾ ഈ ത്രെഡ് ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ കിടക്കണം കേട്ടോ. ത്രെഡ് ഇങ്ങനെ മേളിൽ കൂടെ കിടക്കുകയാണ്. സെൻറ്റർ പോയിൻറ്റിൽ കുത്തിയ ശേഷം നമ്മൾ കുത്തിയ പോയിൻ്റ് പൊക്കി എടുക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ രണ്ടാമത്തെ ഈ അകത്തെ ലൈൻ ഉണ്ടല്ലോ, അകത്തെ ലൈനിൽ ഏറ്റവും ആദ്യം കുത്തിയതിൻ്റെ സ്വല്പം ഇപ്പുറം എന്ന് പറഞ്ഞാൽ ഈ മേളത്തെ ആ ഡിസ്റ്റൻസിൻ്റെ ആ ഒരു ഡിസ്റ്റൻസൊക്കെ മതി. ഇപ്പുറം എടുക്കുക. ഇപ്പുറം എടുത്ത് സൂചി പൊക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ത്രെഡ് ഈ സൂചിയുടെ അടിയിലൂടെ കിടക്കണം. കണ്ടില്ലേ, ഇങ്ങനെയാണ് വരുന്നത്. ഒരെണ്ണം ചെയ്ത ശേഷം ഇനിയിപ്പോൾ അടുത്ത പോയിൻ്റ് എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇവിടെ കുത്തുക, മുകളിലത്തെ ഔട്ടർ ഇതിൽ കുത്തിയ ശേഷം പൊക്കിയെടുത്ത്, ഒത്തിരി അകലത്തിൽ കുത്തേണ്ട ആവശ്യമില്ല. പൊക്കിയെടുക്കുന്നത് നമ്മൾ ഈ ആദ്യം കുത്തി ഇറക്കിയ അത് കണ്ടില്ലേ, ആ ഒരു ത്രെഡ് കയറി വരുന്നൊരു ഭാഗം കണ്ടില്ലേ, ആ പോയിൻറ്റിലൂടെയാണ് നമ്മൾ കുത്തി എടുക്കുന്നത്. അപ്പം പിന്നെ ഇങ്ങനെ വന്ന ശേഷം നമ്മൾ ഇനിയിപ്പം കുത്തുന്നത് സെൻറ്റർ പോയിൻറ്റിൽ. അപ്പോൾ ത്രെഡ് മുകളിലേക്ക് ഇങ്ങനെ കിടക്കുക, ക്രോസ് ഇങ്ങനെ മുകളിലേക്ക് കിടക്കുക.
സെൻറ്റർ പോയിൻറ്റിൽ ഇനിയിപ്പം കുത്തിയെടുക്കുന്നത് ഈ അകത്തെ റിങ്ങിൽ ഇതല്ലേ, അകത്തെ റിങ്ങിൽ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ത്രെഡ് ഈ സൂചിയുടെ അടിയിലൂടെ ഇട്ടാണ് നമ്മൾ പൊക്കിയെടുക്കാവുള്ളൂ. ഇങ്ങനെ എടുക്കുക. ഇത് കണ്ടില്ലേ, ഇപ്പം ഇത്രയും ഇങ്ങനെ വന്നു. ഇനിയിപ്പം ഇതുപോലെ തന്നെ പോവുകയാണ്. ആദ്യം ഒരു ഇച്ചിരിയൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നുമായിരിക്കും. കുറച്ച് നേരം ഒന്ന് നോക്കിക്കഴിയുമ്പോൾ ഇത് നമ്മൾ ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സർക്കിൾ ഫുൾ ഇങ്ങനെ ചെയ്യണം. ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കാണാൻ കേട്ടോ. അത് ഒരു ഫ്ലവർ എന്താ നമ്മൾ ഈ ഒരു നല്ലൊരു പാറ്റേണിലൊരു ഫ്ലവർ പോലെയാണ് വരുന്നത്. ഇത് ഇങ്ങനെ കണ്ടില്ലേ, ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇങ്ങനെ എടുത്തപ്പം സംസാരിച്ചിരിക്കുമ്പം ശ്രദ്ധിക്കാതെ പോലെ ഇത് ഇങ്ങനെ എടുത്ത ശേഷം ഇനിയിപ്പോൾ എടുക്കുമ്പോൾ ഇങ്ങനെ കുത്തിയെടുത്ത് ത്രെഡ് അടിയിലൂടെ ഇട്ട് പൊക്കിയെടുത്തു. കണ്ടോ, ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ മുകളിൽ ഇവിടെ കുത്തിയ ശേഷം നേരത്തെ നമ്മൾ പൊക്കിയെടുത്ത ആ പോയിൻറ്റിലൂടെയാണ് പൊക്കിയെടുക്കേണ്ടത്. പൊക്കിയെടുത്ത ശേഷം ഇങ്ങനെ വന്നത് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ ഇതിലെ ഇങ്ങനെ ഇട്ട ശേഷം സെൻറ്ററിൽ കുത്തി നമ്മുടെ താഴത്തെ ലൈനിലാണ് പിന്നെ പൊക്കിയെടുക്കുന്നത്. അപ്പോൾ ത്രെഡ് അടിയിലൂടെ കിടക്കണം. ത്രെഡ് അടിയിലൂടെ ഇട്ട് പൊക്കിയെടുത്ത് ഇങ്ങനെ വന്നു. ഇനിയിപ്പോൾ ഇത് പിന്നെയും വെളിയിലത്തെ കുത്തി ഇതല്ലേ, ഇത് ഇവിടോട്ടെടുത്ത ശേഷം ഇനിയിപ്പോൾ ഇവിടെയാണ് സെൻറ്ററിൽ കുത്തി നമ്മുടെ ഇന്നർ ഇതിനകത്ത് കുത്തിയെടുത്തു. ത്രെഡ് അടിയിലൂടെ കിടക്കണം. ത്രെഡ് അടിയിലൂടെ കിടന്നു. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ചെയ്തു. പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുവാണ്. ഇതിനോട് ഒത്തിരി ഡിസ്റ്റൻസ് അങ്ങ് അകന്നു പോകരുത്. പൊക്കിയെടുത്തു. ആ പോയിൻറ്റിൽ തന്നെ പൊക്കിയെടുക്കണം കേട്ടോ, അപ്പോഴാണ് ഒരു വൃത്തി വരുന്നത്. അങ്ങനെ ആ പോയിൻറ്റിൽ തന്നെ പൊക്കിയെടുത്തു. നമ്മൾ സെൻറ്ററിൽ കുത്തി നൂലടിയിലൂടെ ഇട്ടുകൊണ്ടാണ് സെൻറ്ററിൽ കുത്തുന്നത്. നൂലടിയിലൂടെ ഇട്ടുകൊണ്ട് സെൻറ്ററിൽ കുത്തി ഇങ്ങനെ പൊക്കിയെടുത്തു. പിന്നെയും ചെയ്യുവാണ്. ഇങ്ങനെ ചെയ്തു. ഇനിയിപ്പോൾ സെൻറ്ററിൽ കുത്തി ഇന്നർ സർക്കിളിലോട്ടാണ്. നൂലടിയിലൂടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് നൂലടിയിലൂടെ ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇട്ട് തന്നെ അങ്ങ് ചെയ്യുന്നതുകൊണ്ട് പിന്നെയും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഈ സർക്കിള് ഫുള്ളാക്കണം. അപ്പോഴാണ് ഒരു ഫ്ലവറിൻ്റെ ഇത് ഫ്ലവറായിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് വേറെ ഓരോ ഡിസൈനുകളിലൊക്കെ ആയിട്ട് ചെയ്യാം. അത് ചെയ്തൊരു ഡിസൈൻ ഞാൻ കാണിക്കാം. ഫ്ലവർ അല്ലാത്തൊരു ഡിസൈന്. കാരണം ഇത് ജമന്തി ഫ്ലവർ എന്നാണ് സാധാരണ പറയുന്നത്. ഫ്ലവറിനായിട്ട് മാത്രമല്ല, അല്ലാതെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് കാണിക്കാം. കണ്ടില്ലേ, ആ സർക്കിളിൽ ഇങ്ങനെ വരും. ഇത് നല്ലതാണ്, ഡ്രസ്സുകളിലൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ്. ഡ്രസ്സുകളിൽ ബെഡ്ഷീറ്റുകളിൽ ഒക്കെ ചെയ്യാൻ. ബെഡ്ഷീറ്റുകളിലൊക്കെ ഇച്ചിരി സ്വല്പം വലുതായിട്ടൊക്കെ വലിയ സർക്കിൾ വരച്ച് അതിനകത്ത് ചെയ്യണമെന്നേ ഉള്ളൂ. സ്വല്പം ഇതിനേക്കാളും കുറച്ചുകൂടെ ഒക്കെ വലിയ സർക്കിളിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഇതുണ്ടല്ലേ, പല വലുപ്പത്തിലുള്ള വലിയൊരു വലുപ്പം ഒരെണ്ണം ചെയ്യുക. അതിൻ്റെ ഇപ്പുറത്ത് അതിനേക്കാളും ചെറിയ വലുപ്പത്തിൽ അങ്ങനെ റൗണ്ട് വരയ്ക്കാനുള്ള സ്റ്റെൻസിലുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. പല വലുപ്പത്തിൽ ചെയ്യാമല്ലോ. ഇപ്പോൾ ഒരു ഡിസൈൻ വരയ്ക്കുമ്പോൾ അടുപ്പിച്ച് ഒരേ വലുപ്പത്തിൽ ചെയ്യുന്നതിനേക്കാളും ഇപ്പം ബെഡ്ഷീറ്റിലൊക്കെ ആണെങ്കിൽ നമ്മൾ പല വലുപ്പത്തിലുള്ളത് 4-5 എണ്ണമൊക്കെ പ്ലെയിൻ കളർ ബെഡ്ഷീറ്റിലൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിക്ക്, കുഷനിലും ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിക്ക് വരും. ഒരേ പാറ്റേണിൽ തന്നെ ചെയ്താലും കുഴപ്പമില്ല. ഞാൻ പറയുമായിരുന്നു, ഇപ്പോൾ ബെഡ്ഷീറ്റിലൊക്കെ ആണെങ്കിൽ പല വലുപ്പത്തിൽ ചെയ്താൽ, ഡ്രസ്സിലൊക്കെ ഒരേപോലെ ഇപ്പം 2 സൈഡിൽ 3 ഒക്കെ ആയിട്ട് 3-4 എണ്ണമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതാണ് ഇത്. ഞാൻ ഇത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇതിപ്പോൾ മനസ്സിലായെന്ന് തോന്നുന്നല്ലേ. ഇനി മനസ്സിലാകാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഒന്നുകൂടെ കാണിക്കാം. ഒന്നുകൂടെ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം വരുന്നതെല്ലാം കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ആ ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് അഥവാ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിപ്പീറ്റ് അടിച്ച് നോക്കിയാൽ മതി. ആദ്യത്തെ ആ ഭാഗം മനസ്സിലാകാനുണ്ടെങ്കിൽ അതൊന്ന് സ്ലോ ആക്കി റിപ്പീറ്റ് അടിച്ചൊന്ന് നോക്കിയാൽ മതി. കാരണം ഇനിയിപ്പോൾ ചെയ്താലും അത് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പോകുന്നതുകൊണ്ടാണ്.
ഏറ്റവും ലാസ്റ്റ് വരുമ്പം ഒന്നുമില്ല, കെട്ടിട്ടങ്ങ് എടുത്ത് നിർത്തിയാൽ മതി. താഴേക്ക് കൊണ്ടുപോയി കെട്ടിട്ട് എടുത്താൽ മതി. ഇനിയിപ്പോൾ എന്നാൽ ഞാനിത് സ്പീഡിൽ വിടുകയാണേ. സ്പീഡിൽ വിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ത്രെഡ് ഇവിടെ അടിയിലൂടെ കിടക്കണമെന്നുള്ളത് ഓർക്കുക, അടിയിലൂടെ വിടണമെന്നുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് എന്നാൽ സ്പീഡിൽ വിടുവാണേ. ഇങ്ങനെ കൊണ്ടുവന്ന് ലാസ്റ്റ് നമുക്ക് ഈ വെളിയിലത്തെ പോയിൻറ്റിലേക്ക് കൊണ്ടുവന്ന് നിർത്തി ഇത് സ്റ്റിച്ച് അവസാനിപ്പിക്കാവുന്നതാണ്. അല്ലേ, ഇപ്പോൾ വെളിയിലത്തെ പോയിൻറ്റിലേക്ക് നിർത്തുമ്പോൾ ഇങ്ങനെയാണ് ചേമന്തി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ചേമന്തി സ്റ്റിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ചെയ്ത ഒരു വർക്കൂടെ ഞാൻ കാണിക്കാവുന്നു. ലാസ്റ്റ് നമുക്ക് ഇവിടെ ചേമന്തി സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്കിയുണ്ടല്ലോ, ഇതുപോലെയാണ് വരുന്നത്. നമുക്ക് ലാസ്റ്റ് ഒരു കെട്ടിട്ട് ഇവിടെ അവസാനിപ്പിക്കാം. അല്ലേ, കെട്ടിട്ടു അങ്ങനെ നമുക്കത് അവസാനിപ്പിക്കാം. ചേമന്തി സ്റ്റിച്ചിൽ ചെയ്ത ഒരു ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈയുടെ ഇതിൻ്റെ ചിറകളിലെ ഡിസൈനായിട്ടാണ് ചേമന്തി സ്റ്റിച്ച് ഇവിടെ ചെയ്തേക്കുന്നത്. ചേമന്തി സ്റ്റിച്ച് ഫ്ലവറുകളായിട്ടാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്, എങ്കിലും അല്ലാതെയൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഈ കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ ബട്ടർഫ്ലൈയുടെ ഇതെല്ലാം ബാക്ക് സ്റ്റിച്ചാണ്. ബാക്ക് സ്റ്റിച്ച് ഇവിടെ വന്ന് ചെയിൻ സ്റ്റിച്ച്, പിന്നെ നമ്മുടെ ഫ്രഞ്ച് നോട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഇങ്ങനെയാണ് ഒരു ബട്ടർഫ്ലൈയെ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ബട്ടർഫ്ലൈ ആണ്. ഈ വീഡിയോ പ്രയോജനമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഡിസൈനിങ് ഇഷ്ടമുള്ള താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും പഠിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകളുമായി ഇനിയും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.